അന്ന് വലിയൊരു മഴയായിരുന്നു. ശിലാസ്ഥാപനത്തിന് പന്തൽ വരെ പൊളിഞ്ഞു പോകാവുന്ന വലിയൊരു കാറ്റ്. ഇവിടെ വന്ന ആളുകളൊക്കെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഈ അബൂക്കറിന് വല്ല പ്രാന്താണോ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ എന്നവരെ ചോദിച്ചവരും പറഞ്ഞവരൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സാധാരണ മനുഷ്യരല്ല, സ്വർഗവാസികളായ മനുഷ്യരാണ്. ജാതി മതവും അല്ലെങ്കിൽ സംഘടനയൊന്നും ഇവിടെ വന്നവരാരും അന്വേഷിക്കാറുണ്ട്. ഇവിടെ മനുഷ്യർ, മാനവികത, ആ ഒരു ചിന്തയിൽ, ആ ഒരു ദൗത്യത്തിലാണ് പീസ് വാലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിജയകരമായ 7 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവസാനം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ഡു യു ഫീൽ നൗ? വെള്ളം പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വിശിഷ്ടയായ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു സദസ്സിൽ നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ആ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതെ, എറണാകുളം ജില്ലയിലുള്ള കോതമംഗലത്തിനടുത്ത് പീസ് വാലി എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി വിളിക്കുന്ന ആ വലിയ മഹാലോകത്തിൻ്റെ ചെയർമാൻ, നമ്മളൊക്കെ ബക്കർക്ക എന്ന് വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ബഹുമാനപ്പെട്ട PM അബൂബക്കർ സാഹിബ് ഇന്ന് നമ്മോട് ചേരുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടുത്തെ ചേർന്നിട്ടുള്ള അങ്ങക്ക് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ കൃതജ്ഞതയും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇരുട്ടിൽ അവസാനിച്ചു പോകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇരുട്ടിൽ അവസാനിച്ചു പോയ ഒരുപാട് ജീവിതങ്ങളെ കരയിലേക്ക് അടുപ്പിച്ച, അപ്പോൾ മാത്രമല്ല നിരാലംബരായ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്ന സുത്യർഹമായ പീസ് വാലിയുടെ ഈ 7 വർഷങ്ങൾ, അതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്, ഞങ്ങൾക്കൊരുപാട് വായിക്കാനുണ്ട്, ഞങ്ങൾക്കൊരുപാട് കേൾക്കാനുണ്ട്, അനുഭവിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വെള്ളം പോഡ്കാസ്റ്റ് ടീം ഞങ്ങൾ ഈ ഒരു എളിയൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അങ്ങയുടെ ജീവിതത്തിൽ പീസ് വാലി എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാനമായൊരു ഘടകമാണ്. അപ്പം ബിഫോർ പീസ് വാലി, ആഫ്റ്റർ പീസ് വാലി എന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പം എന്തായാലും ആദ്യം നമുക്ക് ബിഫോർ പീസ് വാലിയിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ബക്കർക്ക, അങ്ങയുടെ ചെറുപ്പകാലം, ജനനം, അപ്പോൾ മാത്രമല്ല വിദ്യാഭ്യാസം, കുടുംബം, പശ്ചാത്തലം, അവിടുന്ന് അങ്ങനെ ബിഫോർ പീസ് വാലി എങ്ങനെയായിരുന്നു എന്ന് അറിയാനാണ് ഞങ്ങൾ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ശരിക്ക് ഒരു പീസ് വാലിക്ക് മുമ്പ് ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ബിസിനസ് തന്നെയാണ്. പ്ലൈവുഡ്, പാർട്ടിക്കൽ ബോർഡ് പോലുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. എൻ്റെ പിതാവ് ശരിക്ക് ബോംബെയിലായിരുന്നു, ഹോട്ടലായിരുന്നു. ഞങ്ങൾ ബേസിക്കലി ഹോട്ടലുകാരായിരുന്നു. അപ്പോൾ പിതാവ് 50 വർഷം ബോംബെയിലായിരുന്നു. അങ്ങനെ നാട്ടിൽ ഒരു സെറ്റിലായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 25 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ ബിസിനസ്സൊക്കെ ഞാനും ബോംബെയിൽ തന്നെയായിരുന്നു. പിതാവിൻ്റെ മരണം ആണ് പീസ് വാലി തുടങ്ങാൻ വേണ്ടിയൊരു മോട്ടിവേഷൻ, പ്രേരിപ്പിച്ച്. പിതാവിൻ്റെ പേരിലൊരു ജാരിയായ സദക്ക എന്നുള്ള ഒരു മെമ്മോറിയൽ കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെയൊന്നും ഇത്രയും വലിയ സംവിധാനങ്ങളൊന്നും കുറിച്ച് ചിന്തിച്ചോ പഠിച്ചിട്ടൊന്നുമല്ല, ഒരു ചെറിയ രൂപം ചെയ്യാമെന്നുള്ള രീതിയിൽ ആണ് ഇത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് 4 മക്കളാണുള്ളത്. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സായിട്ടും 4 പേരാണുള്ളത്. എൻ്റെ മാതാപിതാക്കൾ 2 പേരും മരണപ്പെട്ടു. മാതാവും പിതാവും മരണപ്പെട്ടു.
ഇതൊക്കെയാണ് എൻ്റെ പീസ് വാലിക്ക് മുമ്പുള്ള അവസ്ഥകൾ. അതുപോലെ തന്നെ എനിക്ക് പീസ് വാലിക്ക് മുമ്പ് ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിൽ മാക്സിമം ഏതൊക്കെ രീതിയിൽ കച്ചവടം ചെയ്യാമോ അതിനൊക്കെ രീതിയിലൊരു കച്ചവടത്തിൻ്റെ ശ്രദ്ധയിലും അത്തരം പ്രവർത്തനങ്ങളിലുമാണ് മുഴുകിയിരുന്നത്. അതിപ്പോൾ മക്കളെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയുന്നത്. ഈ ജനനൊക്കെ ഇവിടെ തന്നെ ഇവിടെ നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ കോതമംഗലം തന്നെ ഇതായിട്ടുള്ളതാണ്. സ്കൂളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ബിസിനസ്സിലേക്ക് അങ്ങനെയാണ്. വാപ്പയാണ് ഒരു മാർഗദർശിയായിട്ട് കൂടെ. വാപ്പാനെ ഫോളോ ചെയ്ത് വാപ്പയുടെ കൂടെ തന്നെയായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ. വാപ്പായിലൂടെയാണ് തുടങ്ങിയത്. ബോംബെയിലായിരുന്നു. അതാണ് ബോംബെ ബക്കർക്ക എന്നിങ്ങനെ പറയുന്നത്. അതാണ് ബോംബെ എന്നാണ് ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളുടെയും അതിൻ്റെയും. ഇത് ഈ പണ്ട് മുതലേ ഇവിടുന്ന് പിതാവ് ബോംബെ പോയ കാലത്തെന്ന് പറഞ്ഞാൽ വലിയ പഴയ കാലത്താണ്. അപ്പം ഏകദേശം 50 വർഷം അവിടെ നിന്നു. ഇപ്പം പിതാവ് മരിച്ചിട്ട് 12-13 കൊല്ലായി. എനിക്ക് ഒരു പിതാവിന് 15 വയസ്സുള്ളൂ ഇപ്പം ബോംബെക്ക് പോയതാ. അങ്ങനെ ഇതാണ്. അതൊക്കെ കാലഘട്ടത്തിലൊക്കെ ബോംബെയിലുണ്ടാവും. പക്ഷെ ഞാൻ പോയത് ഒരു 90 കാലഘട്ടത്തിലാണ് ബോംബെക്ക് പോയത്. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഇപ്പൊ ബോംബെ ബക്കർക്ക എന്നുള്ള പേര് വേറെ എന്തെങ്കിലും ഇല്ലില്ല. ബിസിനസ് അവിടെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ എൻ്റെ പ്ലൈവുഡ് കമ്പനിയുടെ പേര് ബോംബെ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ബോംബെ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിനൊക്കെ ബോംബെ എന്നുള്ള ഒരു പേരാണ്. അതുകൊണ്ടാണ് ഈ ഇത്. പിന്നെ പിതാവിനെ അറിയപ്പെട്ടത് ബോംബെ ഹാജിയാരെന്നും പറഞ്ഞത്. ബോംബെ ഹാജിയാർ. പിതാവ് ശരിക്കും ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഷിപ്പിലൊക്കെ ഹജ്ജിന് പോകുന്ന കാലത്ത് ഹജ്ജിന് പോയ കുറേ പഴക്കത്തിൽ ഇത് ചെയ്ത. അപ്പം ബോംബെ ഹാജിയായിരുന്നു, കോട്ടപ്പടി ഹാജിയായിരുന്നൊക്കെയാണ് പിതാവിനെ അറിയപ്പെട്ടത്. അത് അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്ത് വന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഫാമിലി പിന്നെ അങ്ങനെ ഒരു പീസ് വാലി എന്നുള്ളൊരു ചിന്താഗതി തുടങ്ങാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ പ്രചോദനം എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി അതിൻ്റെ പീസ് വാലി ശരിക്കും ഞങ്ങൾ അവിടെ പള്ളിയിലെ ഒരു കമ്മിറ്റിയിൽ നമ്മളൊരു 5-10 വർഷം ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ പള്ളി കമ്മിറ്റിയിൽ. അപ്പോൾ പള്ളി കമ്മിറ്റിയിൽ ഈ കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തീരുമാനം എടുക്കുകയും പോയി കാണുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങളുടെ ആ മഹല്ലിൽ തന്നെ ഒരു 300 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഏകദേശം 7 രോഗികൾ, മഹല്ല് അംഗങ്ങളായ 7 രോഗികൾ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പം അവരെ കാണുക. അതുപോലെ പിന്നെ നമ്മളിവിടെ ഈ ഒരു പാലിയേറ്റീവ് ഹോം കെയർ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനകത്ത് പോകുമ്പോൾ ഒരുപാട് രോഗികൾ ഇതുപോലെ നമ്മുടെ മനുഷ്യരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാഴ്ച നേരിട്ട് കാണാനുണ്ടായ ഒരു സാഹചര്യമാണ് ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത്. ചിന്ത. അപ്പോൾ അത് പിതാവ് അതോടൊപ്പം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ പേരിലൊരു ജാരിയായ സദക്ക ചെയ്യണം എന്നുള്ള ഈ ചിന്തയും കൂടി കൂട്ടിച്ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പീസ് വാലി ആകാം നമുക്കത് എന്നുള്ള രീതി. അല്ലെങ്കിൽ ഇങ്ങനെ ആരോരുമില്ലാതെ തെരുവിലായിപ്പോയ ഇത്തരം മനുഷ്യരെ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാക്കി ചിന്തിക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ ആരംഭിച്ചത്. അതാണ് ഇതിൻ്റെ ആരംഭം. പിന്നെ 2014 അതിൻ്റെ ഒരു ബിൽഡിംഗ് ഒക്കെ അങ്ങനെ ഇത് തുടങ്ങിയതും 2019 പീസ് വാലി പ്രാക്ടിക്കലായിട്ട് ആരംഭിച്ചത്. റണ്ണിങ് ഇതായിരുന്നു. ഇപ്പോൾ 2019 മാർച്ച് 3-ാം തീയതിയാണ് ഫസ്റ്റ് രോഗിയെ എടുത്ത് പീസ് വാലി ഇപ്പം ഇന്ന് ഇത് തുടങ്ങിയത് ആ ബിൽഡിങ്ങിൽ. പിന്നീട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞ് ഈ മാർച്ചായിപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് 2014 മുതൽ 2019 വരെ അത് അന്ന് ഈ സ്ഥലം എടുക്കലും ബിൽഡിങ് പണിയിലും ഒക്കെ ആയിട്ടുള്ള ഡിലേ ആണ്. കാരണം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന് ഇത് ചെയ്ത് സ്ഥലം എടുത്തു. ആദ്യം വേറൊരു സ്ഥലത്താണ്, ഒരു 5 ഏക്കർ സ്ഥലമാണ് എടുത്തത്. അപ്പോൾ ഇപ്പം കൂടെയുള്ളവരൊക്കെ പറഞ്ഞു ഇച്ചിരി കൂടെ സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ 10 ഏക്കറിലേക്ക് മാറി. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഡിലേ വന്ന് ഇത് ചെയ്തിട്ട് ഇത് ഡിലേ ആയത്. പീസ് വാലി എന്നുള്ളത് ഇപ്പം അതിൻ്റെ അർത്ഥം, പീസിൻ്റെ അർത്ഥം എന്നുള്ള സമാധാനം, മനഃശാന്തി ലഭിക്കുക എന്നൊക്കെയാണ്. വാലി എന്ന് പറഞ്ഞാൽ താഴെ വരാം. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചുറ്റി കണ്ട സമയത്ത് നമ്മൾ ആദ്യം എനിക്കൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. അങ്ങനല്ല,
ഒരു സാധാ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിരിക്കാം. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് ഒരു ഷോക്ക്, ഉള്ളിൽ അറിയാതൊരു ഷോക്ക് വന്നു. അങ്ങനെയല്ല, ഇങ്ങനെ അവസാനം ചിന്തിക്കാൻ നമ്മളൊക്കെ ഇത്ര ഭാഗ്യവാന്മാരാണ്. അപ്പം എന്തുകൊണ്ട് ഈ പീസ് വാലി എന്നുള്ളത് സാധാ നമ്മളൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അർത്ഥമാണോ, അതല്ല അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും? ഇല്ല, നമ്മളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴേ, ഇവിടെ ഒരു കോളേജിൽ കുട്ടികൾക്ക് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങേണ്ടതിന് നിങ്ങളൊരു പേര് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞ് ആ കുട്ടികൾക്കൊരു ഇത് കൊടുത്തിരുന്നു. ഇവിടെ ഒരു കോളേജിലെ കുട്ടികൾ നമ്മുടെ ആലുവയിൽ, അപ്പോൾ അവർ കുറേ പേരുകൾ സെലക്ട് ചെയ്ത്, ഗ്രീൻ വാലി, പീസ് വാലി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുകൾ വന്നു. അപ്പോൾ ശരിക്കും ഈ സ്ഥലം ഒരു വാലി ആയിരുന്നു, ഒരു താഴ്വരയായിരുന്നു. അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു മലഞ്ചെരുവാണ്. അതിലുപരി ഇവിടെ അങ്ങനെ ഒരു ജനവാസമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതായിട്ടുള്ളൊരു സ്ഥലമല്ലായിരുന്നു. അപ്പം പീസ് വാലി എന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരു സമാധാനത്തിൻ്റെ ഒരു താഴ്വര, ആ താഴ്വര സ്ഥലത്തിനൊപ്പിച്ചുള്ളൊരു താഴ്വര ആയതുകൊണ്ടാണ് പീസ്. പിന്നെ ഗ്രീൻ വാലി ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഗ്രീൻ വാലി തൊട്ടടുത്തൊരു സ്കൂളിന് ആ പേരുണ്ടായിരുന്നു. എന്നാലും പീസ് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ പീസ് എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചവരും ഉണ്ട് അതിനകത്ത്. ഇത് സ്വതന്ത്രമായൊരു പീസ് വാലി കോതമംഗലം മാത്രം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംവിധാനമാണ്. വേറെ ഇതിന് വേറെ ഒരു സ്ഥലങ്ങളിലും വേറെ ബ്രാഞ്ചോ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അങ്ങനെയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ കൂടെ വേറെ ആരെങ്കിലും ട്രസ്റ്റില് 10-20 മുതലുണ്ട്. സ്വാഭാവികം നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ചലഞ്ചസ് ഉണ്ടാവും. പിന്നെ ഫണ്ടിങ്ങിന് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിലപ്പോൾ ആശങ്കപ്പെട്ടുണ്ടാവും. ഫസ്റ്റ് ഈ ശരിക്ക് തുടങ്ങിയപ്പോഴേ അങ്ങനെ ഒരുപാട് സഹായിക്കാനൊന്നും, ഒന്നാമത്തെ അന്നത്തെ ഈ സ്ഥലം കണ്ടാലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തിയൊരു ഇത് കണ്ടാലൊന്നും, അന്ന് വലിയൊരു മഴയായിരുന്നു. ശിലാസ്ഥാപനത്തിന് പന്തൽ വരെ പൊളിഞ്ഞു പോകാവുന്ന വലിയൊരു കാറ്റ് മഴ. ഇവിടെ വന്ന ആളുകളൊക്കെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഈ അബൂക്കറിന് വല്ല പ്രാന്താണോ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ എന്നവരെ ചോദിച്ചവരും പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ആളുകളന്ന് സഹായിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായില്ല. എന്നാലും അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ആണ് പീസ് വാലി ഇങ്ങനെ ശരിക്ക് ഇവിടുത്തെ ഒരു സംഘാടനത്തിൻ്റെ മികവോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഒന്നും ഉണ്ടായിട്ടല്ല പീസ് വാലി വളർന്നത്. പീസ് വാലി വളർന്നത് ശരിക്കും ദൈവീകമായ ഇടപെടലാണ്. അതിന് 2 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മാതാപിതാക്കളാണ് പീസ് വാലി. ശരിക്കും ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പിതാവിൻ്റെ പേരിൽ തുടങ്ങി എങ്കിൽ തന്നെയും ബാക്കിയുള്ളതൊക്കെ ഓരോ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നൽകിയ ഒരു ഉപഹാര പീസ് വാലി. അതുകൊണ്ട് പീസ് വാലിയുടെ മെയിൻ സന്ദേശം നമ്മുടെ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പീസ് വാലി ഇങ്ങനെ വളരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ കിടക്കുന്ന മനുഷ്യർ, നമ്മൾ സാധാരണ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഓട്ടിസം വന്നവർ അല്ലെങ്കിൽ തളർന്നു പോയവർ എന്നൊക്കെ പറയുമെങ്കിലും അത് VVIP ദൈവത്തിൻ്റെ മുമ്പിൽ അവർ സാധാരണ മനുഷ്യരല്ല, സ്വർഗവാസികളായ മനുഷ്യരാണ്. അവരുടെ ആരെയോ പ്രാർത്ഥന കൊണ്ടാകാം പീസ് വാലി വളർന്നെന്നാണ് നമ്മൾ പറയാറ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഫണ്ടിങ്ങിൻ്റെ വിഷയമൊക്കെ, ഫണ്ടൊക്കെ മുഴുവൻ മനുഷ്യരും, അതായത് ശരിക്ക് തുടക്കത്തിലേക്ക് നമ്മൾ കുറേ ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ പൈസയൊക്കെ നമ്മൾ തന്നെ മുടക്കി. അത് കഴിഞ്ഞ് പിന്നെ വന്നവരെല്ലാം അതിൻ്റെ കൂടെ ചേർന്നു. മത അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ കുടുംബ ഇതൊന്നുമില്ലാതെ മുഴുവൻ മനുഷ്യരും പീസ് വാലിയോട് ചേർന്നു എന്നുള്ളതാണ്. ശരിക്കും പീസ് വാലിയിൽ എല്ലാ മതസ്ഥരും, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ നൽകിയത് ഒരു ഹിന്ദുവായ പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ മലയാളിയാണോ? മലയാളിയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും ആ രീതിയിൽ സഹായിച്ചു. വലിയൊരു അതിന് ഇവിടെ ശരിക്ക് ജാതി മതവും അല്ലെങ്കിൽ സംഘടനയൊന്നും ഇവിടെ വന്നവരാരും നോക്കാറും ഇത് അന്വേഷിക്കാറൊന്നുമില്ല. ഇവിടെ മനുഷ്യർ, മാനവികത, ആ ഒരു ചിന്തയിൽ, ആ ഒരു ദൗത്യത്തിലാണ് പീസ് വാലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വലിയൊരു ദൈവിക ഇടപെടലോടെ കൂടി ഉണ്ടായപ്പോഴാണ് ഇത് വളർന്നത്, ഇങ്ങനെയായത്. ഈ നാട്ടുകാരും അതേപോലെ എന്താ പറയുക, രാഷ്ട്രീയക്കാർ എല്ലാവരും പീസ് വാലിയോട് ചേർന്ന് നിൽക്കണം. നാട്ടുകാരൊക്കെ ഇവിടെ എല്ലാ മതസ്ഥരും, അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ സാധാരണ മാതാപിതാക്കളുടെ എന്താ നമ്മൾ ആണ്ട് പോലെ അല്ലെങ്കിൽ
മറ്റ് മതസ്ഥരൊക്കെ ഓർമ്മ ദിവസം പോലെ പറയുമല്ലോ, അവരൊക്കെ ഇവിടെ നിന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്താണ് ഇവിടെ. എല്ലാവരും ഞങ്ങളുടെ പീസ് വാലി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഏത് മനുഷ്യരുടെ അടുത്ത് പീസ് വാലിയെ പറ്റി ചോദിച്ചാലും ഞങ്ങളുടെ പീസ് വാലി ഞങ്ങൾ ആണെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആ ഒരു ഓണർഷിപ്പാണ് പീസ് വാലിക്കുള്ളത്. പീസ് വാലിക്ക് ശരിക്കും ഒരു സംഘടന ഇല്ല, അല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയില്ല, അല്ലെങ്കിൽ ഒരു മതവും ഇല്ല. അതിലൊക്കെ അപ്പുറം മനുഷ്യരാണ്. മുഴുവൻ മനുഷ്യർക്കും ഇതിൻ്റെ ഓണർഷിപ്പാണ്. എല്ലാവരും ഇതിനകത്ത് ശരിക്കും ഞങ്ങൾ ഇവിടെ ഇടവകകളിലെ മീറ്റിംഗ് നടത്താറുണ്ട്, മഹല്ലുകളിലെ മീറ്റിംഗ് നടത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ അംഗങ്ങളുടെ സംഘടനകളുടെ മീറ്റിംഗ് നടത്താറുണ്ട്, മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മീറ്റിങ്ങുകൾ ഇവിടെ നടത്താറുണ്ട്. എല്ലാവരും നമ്മൾ പീസ് വാലിയെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണുള്ളത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ കുറേ വ്യത്യസ്ത പ്രൊജക്റ്റുകളായിട്ടാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് വേറെ, പിന്നെ ഈ അംഗവൈകല്യം വേറെ, പിന്നെ സ്റ്റോക്ക് അങ്ങനത്തെ വേറെ. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്ത കുറേ പ്രൊജക്റ്റുകളിലായിട്ടാണ് വ്യത്യസ്ത ഫങ്ഷൻസ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ശരിക്കും പീസ് വാലി തുടക്കത്തിൽ ഈ അഗതികളായ ഒരു 100-150 പേരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് നമുക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷെ പീസ് വാലി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളും സംവിധാനങ്ങളൊക്കെ സന്ദർശിച്ച് അപ്പോൾ മനസ്സിലായി വ്യത്യസ്തങ്ങളായ ഈ സ്പൈനൽ കോഡ് രോഗികൾ, സ്ട്രോക്ക് വന്ന രോഗികൾ, അങ്ങനെ കുറേ മനുഷ്യർ ഉണ്ടെന്ന് ഉള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിഞ്ഞു. അതുപോലെ ഡയാലിസിസ് രോഗികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസർ വന്ന് മരണം കാത്തു കിടക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ തന്നെ വ്യത്യസ്ത പ്രായത്തിലും വ്യത്യസ്ത ടൈപ്പും ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി ഇറങ്ങി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് എല്ലാത്തിനും ആവശ്യമായ സംവിധാനങ്ങളുണ്ട്, വേണ്ടതുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവുകയും അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ ഒരു 10 പ്രൊജക്റ്റിലാണ് ഇപ്പോൾ പീസ് വാലി ഓടുന്നത്. 10 പ്രൊജക്റ്റിലൂടെ 1000 ബെഡാണ് പീസ് വാലിയിൽ ഒരുക്കിയിട്ടുള്ളത്. ടോട്ടലി 1000 ഇൻമേറ്റ്സിനുള്ള താമസിക്കാനും ഇത് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് ഭിന്നശേഷിക്കാരാണ്. അതായത് കേരളത്തിൽ 9 ലക്ഷം ഭിന്നശേഷിക്കാരുണ്ടെന്നാണ് പറയുന്നത് കണക്ക്, സാമൂഹ്യക്ഷേമം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30ഓളം ഭിന്നശേഷി കുട്ടികളെ സ്വന്തം മാതാപിതാക്കൾ കൊല ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്ക് നമ്മൾ ആ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ തൊട്ട് ചേർന്നൊരു ബിൽഡിങ് ഈ ഭിന്നശേഷിക്കാരായ ഇത്തരം കുട്ടികളെ ആ ബിൽഡിങ് തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഇങ്ങനൊരു ഇൻസിഡൻറ്റാണ്. കാരണം ഒരു അമ്മയ്ക്ക് ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അമ്മയ്ക്ക് ക്യാൻസർ വന്നു. 4th സ്റ്റേജ് ആയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഈ സാധാരണ ഒരു 4th സ്റ്റേജ് ക്യാൻസർ രോഗി പിന്നെ ഒരുപാട് കാലം ജീവിക്കില്ല. അപ്പോൾ ഈ അമ്മയുടെ കാലശേഷം ഈ കുട്ടിയെ എന്ത് ചെയ്യും എന്നതിന് ആ അമ്മ കണ്ടെത്തിയ ഉത്തരം എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിസൺ മേടിച്ച് മോൾക്ക് കൊടുക്കുകയും ഈ അമ്മ കഴിക്കുകയും ചെയ്തു. അതൊരു പേപ്പർ ന്യൂസായിട്ട് വന്നതിൻ്റെ ഒരു പേപ്പർ കട്ടിങ് ആരോ ഒന്ന് ഇട്ട് എന്നതാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ നമുക്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ ചിൽഡ്രൻസ് വില്ലേജ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് മുതൽ കേരളത്തിൽ സംഭവിക്കുന്ന ഇത്തരം കുട്ടികളുടെ ഇതെടുത്ത് പഠിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നാന്ന് വെച്ചാൽ ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ ഇങ്ങനെ തന്നെ കൊന്നിട്ട് അതിനകത്ത് 20-30 പേര് ഇപ്പോൾ ലാസ്റ്റ് ടൈം വരെ 30ഓളം കുട്ടികളെയാണ് കൊല ചെയ്തത്. അതിനകത്ത് 27 മാതാപിതാക്കൾ ഈ മക്കളോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്തു. ശരിക്ക് നമ്മൾ ആ കുടുംബത്തെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവണത് ഈ മാതാപിതാക്കൾ ഏതോ വലിയ ക്രൂരന്മാരോ കുഴപ്പക്കാരായതുകൊണ്ടൊന്നും കൊന്നു കളഞ്ഞതല്ല. അവരുടെ നിവൃത്തികേട് കൊണ്ടാണ്, അവരുടെ പ്രയാസങ്ങൾ കൊണ്ടാണ്. ഒരു ഭിന്നശേഷി കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത്ര വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭിന്നശേഷി മക്കൾക്ക് വ്യത്യസ്ത സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർക്ക് വ്യത്യസ്ത തെറാപ്പികൾ ചെയ്ത് അവരെ ഡെവലപ്പാക്കി എടുക്കുക. എന്നാണോ ഈ കുട്ടിക്ക് ഭിന്നശേഷി ഉണ്ടെന്ന് അറിയുന്നത് അന്ന് മുതൽ ഒരു 6 വയസ്സ് വരെ ഇവർ നിരന്തര തെറാപ്പിയിലൂടെ
സ്പീച്ച് ഇല്ലാത്തവരെ സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഓക്കുപ്പേഷൻ തെറാപ്പി, അങ്ങനെ വ്യത്യസ്തങ്ങളായ 10ഓളം തെറാപ്പികൾ ചെയ്ത് അതിനകത്തൊരു 25% കുട്ടികളെ നമുക്കൊരു 6 വയസ്സ് കഴിയുമ്പോൾ നോർമൽ സ്കൂളിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലും. അത് നന്നായിട്ട് നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 7 മുതൽ ഒരു 17 വരെ വയസ്സുള്ള ഒരു കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് വില്ലേജ്, അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരൊരു ലൈഫ് സ്റ്റൈല് പഠിപ്പിക്കുക. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് റോഡിൽ ഇത് ചെയ്യണത്, എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ബാത്റൂമിൽ പോകാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പഠിക്കുക, എങ്ങനെയാണ് ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി സാധനങ്ങൾ എങ്ങനെ മേടിക്കാം, അതിന് പൈസ എങ്ങനെ കൊടുക്കാം. പിന്നെ അവരുടേതായ കഴിവുകളുള്ള കുട്ടികളുണ്ട്. ചിലർക്ക് മ്യൂസിക്കിൽ കഴിവുണ്ടാവും, ചിലർക്ക് ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ സിസ്റ്റം കമ്പ്യൂട്ടറിൽ അതുപോലെയൊക്കെയുള്ള നല്ല അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് 7 വയസ്സ് മുതൽ 17. അതിവിടെ റെസിഡൻഷ്യലാണ്. അത് 100 കുട്ടികൾക്കുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും ഒന്നല്ലെങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടതോ അല്ലെങ്കിൽ മാതാപിതാക്കൾ രോഗിയായ അത്തരം കുട്ടികൾ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും മാതാപിതാക്കൾക്ക് മടുത്തു, അങ്ങനെയുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭിന്നശേഷി കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്തവരാ, അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾക്ക് പോകാൻ പറ്റാത്തവരാ. അപ്പോൾ അങ്ങനെ അത്തരം കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ്. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒക്കേഷൻ എന്തെങ്കിലും ഒരു തൊഴിൽ അവരെ പഠിപ്പിക്കുക. അതാണ് പീസ് വാലിയുടെ ഒരു പ്രൊജക്റ്റ്. അതായത് ഈ പ്രായം നമ്മൾ സാധാരണ മക്കളെപ്പോലെ അവർക്ക് വേറെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വേറെ ഒന്നും വഴിയില്ല. അവർക്ക് ഒരു തൊഴിൽ പഠിപ്പിക്കുക, അവരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ക്യാരി ബാഗ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ 15ഓളം യൂണിറ്റുകൾ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ എന്ന് പഠിപ്പിക്കുക. അതിൽ നിന്ന് കുറച്ച് ശതമാനം പുറത്തേക്കും. ഇതൊന്നും പറ്റാത്ത ആരും നോക്കാനില്ലാത്ത ആളുകളാണ് പിന്നെ അസിസ്റ്റഡ് ലിവിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തി ഒരു 200 വരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സംവിധാനമുള്ളൂ. പ്രായ അവർ അത് മരിക്കുന്നവർ, പിന്നെ ഇവരെ വേറെ കൊണ്ടാനോ പോകാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല. അവരെ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ഏറ്റെടുക്കുന്ന രീതിയാണ്. ഒരു ഭിന്നശേഷിക്കാർക്ക് ഉള്ള ടോട്ടൽ സൊല്യൂഷനാണ് പീസ് വാലി എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രംഗത്ത്. പിന്നെ ഉള്ളത് ക്യാൻസറും അല്ലെങ്കിൽ മരണാസന്നമായി കിടക്കുന്ന ആളുകൾക്കുള്ള പാലിയേറ്റീവ് കെയർ ഉണ്ട്. പിന്നെ ഡയാലിസ് ശരിക്കും നമ്മളിവിടെ 10 യൂണിറ്റ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മളൊരു 25 യൂണിറ്റ് വച്ചിട്ടുള്ള പുതിയൊരു ഡയാലിസ് സെൻറ്റർ നമ്മൾ ആരംഭിച്ചു. പിന്നെ അതുപോലെ അതുകൂടാതെ നിർഭയ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ, തെരുവിലായി പോയവർ, പീഡിപ്പിക്കപ്പെട്ടവർ, പല കാരണങ്ങൾ കൊണ്ട് പല പ്രയാസത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, അവരെ നമ്മൾ ഏറ്റെടുക്കുകയും അവരെ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ ശക്തിയൊക്കെ കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡെവലപ്പാക്കി എടുക്കുന്നൊരു നിർഭയ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ ഉള്ളത് ന്യൂറോ ഹോസ്പിറ്റലാണ്. സൈക്യാട്രി ഹോസ്പിറ്റൽ, ന്യൂറോ സൈക്യാട്രി. അതൊരു 150 ബെഡ് ഉള്ള ന്യൂറോ സൈക്യാട്രി ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു 1000 ഇൻമേറ്റ്സ് എന്നുള്ള ഫെസിലിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരേ സമയം എത്ര രോഗികളുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഇവിടെ ഇപ്പോൾ 950 രോഗികൾ ഇവിടെ ഉണ്ട് നിലവിലുണ്ട്. 1000 ബെഡ് ടോട്ടലുണ്ട് ഇവിടെ എല്ലാത്തിലും കൂടെ കൂടിയിട്ട്. ഏകദേശം എത്ര ആളുകൾ ഇവിടെ നിന്നൊക്കെ സെക്യൂർഡ് ആയിട്ട് പുറത്തിറങ്ങി? ഈ ശരിക്കും ഇവിടെ വരുന്ന രോഗികൾ എന്ന് പറഞ്ഞാലേ, ഇവിടെ ഈ 1000 രോഗികൾ എന്ന് പറഞ്ഞാൽ 1000 വലിയ പ്രയാസങ്ങളും വേദനകളും. അത് ശരിക്ക് ഒരു ഇവിടുന്ന് ഇപ്പം ഈ കുട്ടികളൊക്കെ ഒഴിച്ച് വേറൊന്നും ആരും തിരിച്ചു പോകാൻ പാകത്തിന് കുറഞ്ഞ ആളുകൾ അവിടെ നിന്നുണ്ടാവുള്ളൂ. പിന്നെ ഈ ഫിസിക്കൽ മെഡിസിനിൽ നമ്മളൊരു ഇപ്പോൾ ഒരു 10,000-3000 ആളുകളെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എർലി ഇൻ്റർവെൻഷനിൽ കുറേ കുട്ടികളെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്നേഹതീരവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പാലിയേറ്റീവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ മരണപ്പെടുന്ന ആളുകളാണ്.
അവന് ഇവിടുന്ന് ഇതായി പോകുന്നവരല്ല, ഇവിടെ തന്നെ കിടന്ന അവസാനം ഇവിടെ തന്നെ ആയിരിക്കും മരണം. ഈ മാതാപിതാക്കളൊക്കെ അവരെ മക്കൾ ഒഴിവാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കളെ മക്കൾ ഒഴിവാക്കുന്ന ഇത് നമ്മൾ നേരിട്ട് അങ്ങനെ എടുക്കാറില്ല. നമ്മൾ പീസ് വാലിയുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് മക്കളുള്ള മാതാപിതാക്കളെ എടുക്കൽ നേരിട്ടില്ല വീട്ടിൽ നിന്ന്. പിന്നെ അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ RDOയോ തഹസിൽദാറോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ബന്ധപ്പെട്ട് അവർ റിക്വസ്റ്റ് വെച്ചാൽ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു വൃദ്ധസദനമല്ല ഇത്. അത് മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഇവിടെ തള്ളി ഡംപ് ചെയ്ത് പോകാനൊന്നും പറ്റുന്നവർ, ഇതാരും നോക്കാൻ മക്കളില്ലാത്ത അല്ലെങ്കിൽ ദുർബലരായ മക്കളുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ഉമ്മയെ കൊണ്ടുവന്നു. ഉമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മക്കളുണ്ട്, 3 പേരും മാനസിക പ്രയാസം അനുഭവിക്കുന്നത്. അത്തരം മാതാപിതാക്കളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മക്കൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടൊരിതുണ്ടല്ലോ, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, അതിനെടുക്കാറില്ല. അത് ശരിക്കും എടുക്കും. അത്തരം കേസ് വന്നാൽ എടുക്കുന്നത് RDO, തഹസിൽദാർ, സ്ഥലം CI അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത്തരം പഞ്ചായത്ത് ഒക്കെ സംവിധാനത്തിൽ നിന്ന് ഇവരൊന്ന് വേറെ നിർവാഹം ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും. പിന്നെ നമ്മളെ കസ്റ്റോഡി അവരായിരിക്കും നമ്മളെ അതിനകത്ത് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ. നമ്മൾ മക്കളെ അങ്ങനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ സപ്പോസ് ഇവിടുന്ന് ആരെങ്കിലും അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവരെങ്ങനെ ബോഡി ഫാമിലിക്ക് തന്നെ, അല്ലെങ്കിൽ ശരിക്ക് ഫാമിലി നമ്മൾ ബോഡി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മൾ അതിനെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ വിവരം അറിയിക്കുകയും അവരാരെങ്കിലും ബന്ധപ്പെട്ടവർ വന്ന് ബോഡി ഏറ്റെടുക്കുകയും ചെയ്യും. അതെടുക്കാനില്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ നമ്മളിവിടെ ഏതെങ്കിലും ശ്മശാനത്തിൽ ഖബർസ്ഥാനിലെ മറവിയോ അല്ലാതെ ബാക്കിയുള്ള ക്രെമറ്റേരിയ മൂവാറ്റുപുഴ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്ത് അവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയൊരു കുട്ടി ഇതേപോലെ ഭിന്നശേഷിയുള്ള ഇതൊരു കുട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് 2 വയസ്സുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ എത്ര കാലം വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ നല്ല പുതിയ തൊഴിലൊക്കെ പഠിച്ച് അല്ല, അത് ശരിക്ക് അവരുടെ വീട്ടിലെ അവസ്ഥ അനുസരിച്ചായിരിക്കും. അവർക്ക് ഇവിടെ വന്നാൽ ഈ ഏർലി ഇൻ്റർവെൻഷനിലൊക്കെ ഇത് ചെയ്ത് പോയി വേറെ ബെറ്റർ ആകാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവർ പോവും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അവരുടെ ഭിന്നശേഷി കോഴ്സുകളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന രീതിയാണ് ചിൽഡ്രൻസ് വില്ലേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഇവിടെ ഈ രോഗികളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പാലിയേറ്റീവ് അല്ലെങ്കിൽ ഡയാലിസ് പോലത്തെ സംവിധാനങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാം. അത് അതിനകത്ത് പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ ഒരു കുറവോ ഇതൊന്നുമില്ല. അതേസമയം ബാക്കി ഈ അഗതികളും അനാഥരുമായിട്ടുള്ള ആളുകളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എടുക്കുന്നതിന് നമ്മളെ പഞ്ചായത്തിലെ ഒരു പേപ്പർ അല്ലെങ്കിൽ പള്ളി, അമ്പലം, ചർച്ച് പോലത്തെ സംവിധാനത്തിൻ്റെ ഒരു പേപ്പർ, അങ്ങനെ പിന്നെ അവരുടെ സാമ്പത്തിക ഇത് തെളിയിക്കുന്ന വില്ലേജിലെ ഒരു പേപ്പർ, അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് പരമാവധി. ഇപ്പോൾ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഈ ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്, അതേപോലെ ഇവിടെ കുറേ സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇവിടെ ശരിക്കും 275ഓളം ജോലിക്കാരുണ്ട്. അതിനകത്ത് ഒരു 5 ഡോക്ടർമാർ പെർമനൻ്റ് ആയിട്ട് ഉണ്ട്, സൈക്യാട്രി അല്ലെങ്കിൽ ഫിസിഷ്യനൊക്കെ ആയിട്ട്. പിന്നെ ഡോക്ടർമാർ ഇത് കൂടാതെ ഇപ്പം നമ്മുടെ രാജഗിരി, ലിസി, ആസ്റ്റർ പോലത്തെ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ ഇവിടെ സന്ദർശനമുണ്ട്. ഇവിടെ വരും. അവർ വീക്കിലി വരുന്നവരുണ്ട്, 2 ആഴ്ച കൂടെ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ട്. അങ്ങനെ കുറേ ഡോക്ടർമാരുടെ സേവനങ്ങൾ നമുക്കല്ലാതെ കിട്ടുന്നവരുണ്ട്. അല്ലാതെ ഇവിടെ ഉള്ള തെറാപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പെയ്ഡ് സ്റ്റാഫായിട്ടുള്ളതാണ്. അത് ടോട്ടലി ഒരു 275 പേര് ജോലിക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും? അല്ല, അതിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് സാധാരണ എടുക്കും പോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ രോഗികളെ ട്രീറ്റ് ചെയ്യണ മാതിരില്ലല്ലോ ഇവിടെ. എന്നാലും ഡോക്ടേഴ്സ് ഇത് ഇൻ്റർവ്യൂ നോക്കിയിട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും
ഗവൺമെന്റ് വേറെ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ ഉള്ള ഇതിലൊന്നും ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി, അതായത് ഇപ്പൊ എറണാകുളം ടൗണില് തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം ജില്ലയുടെ ഉത്തരവാദിത്വം പീസ് വാലിക്കാണ് കിട്ടിയത്. അതിന് ഒരു സഹായം വർഷത്തിലൊരു 50 ലക്ഷം രൂപ അവിടെ കിടക്കുന്ന രോഗികൾക്ക് മെഡിക്കൽ ചെക്കപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ക്ലിനിക്ക് കൊണ്ടുപോയിട്ട് മെഡിക്കൽ ചെക്കപ്പ് പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇവിടെ വാർഡിലേക്ക് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ കിടത്താനും പറ്റിയവരാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഗവൺമെൻറ് എല്ലാവിധ മാനസിക പിന്തുണയും നമുക്ക്, പ്രത്യേകിച്ച് എറണാകുളം കളക്ടർ അല്ലെങ്കിൽ അത്തരം CWC അല്ലെങ്കിൽ അത്തരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ വളരെ താല്പര്യപൂർവ്വം നല്ല ഇതോടുകൂടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സാമ്പത്തികമായ ഇതൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കുന്നു. സാധ്യതകളുണ്ട്, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. വന്നപ്പോൾ തന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇത്ര പലതരത്തിലുള്ള രോഗികൾ ഉണ്ടായിട്ടും വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ ഫുള്ള് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടക്കണേ. അപ്പം അതിൻ്റെ പിന്നിൽ ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ലിഫ്റ്റിൻ്റെ അവിടെ എത്തലാണ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ക്ലീനിങ് നടന്നിരിക്കണം, ഇനി ഇത്ര ആളുകളുണ്ട്, ഇങ്ങനെ കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് കണ്ടു. ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു പെർമനൻ്റ് ആയ രീതിയിൽ മെയിൻ്റെനൻസ് കൊണ്ടുപോകണേൽ പിന്നിൽ എന്തെങ്കിലും അല്ല, ഇത് തുടക്കം മുതലേ പീസ് വാലി തുടങ്ങിയ 1-ാം തീയതി മുതൽ ഇവിടുത്തെ ക്ലീനിങ്ങിൽ നമ്മൾ വളരെ കൃത്യത ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ക്ലീനിങ് ഹൈജീനിക്കായിരിക്കണം. ചെരുപ്പിട്ട് കയറുന്ന ഒരു സ്ഥലവും ഇവിടെ ഇല്ല, എല്ലാം ചെരുപ്പ് പുറത്തിട്ട് ഇടുന്നത്. ശരിക്ക് ഇവിടുത്തെ ഇൻമേറ്റ്സ് ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ പുറത്തുനിന്ന് ഒരാൾ ഗസ്റ്റായി വന്നാലും ഉപയോഗിക്കാം, ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ക്ലീനിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി സൂപ്പർവൈസിങ് ചെയ്യാനുള്ള ആളുകളെയും ഫ്ലോർ മാനേജർമാരെയും അല്ലെങ്കിൽ അത്തരം ആളുകളെയൊക്കെ നിർത്തി അത് കൃത്യമായി ചെയ്യുന്ന. ശരിക്കും നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചെറിയ എന്തെങ്കിലും സ്മെല്ലുണ്ടാവും, അല്ലെങ്കിൽ അവർ കിടക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ അധികവും ബെഡിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നവരായിരിക്കും. അത് നമ്മൾ കൃത്യമായി അവരെ പരിഗണിച്ച് പരിചരിച്ച് ഇരുന്ന രീതിയാണ് തുടക്കം പോലെ. അത് ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടേ ഇവിടുത്തെ സ്റ്റാഫും അതിന് നല്ലൊരു പിന്തുണയോടുകൂടിയാണ് പീസ്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ്, അവരാണ് ഇവിടുത്തെ മുഖം എന്നാണ്. പീസ് വാലിയുടെ ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ, നമ്മൾ എപ്പോഴും പറയും, പീസ് വാലിയുടെ അടിച്ചു വാരുന്ന ചൂല് മുതൽ ഡോക്ടർ സ്റ്റെതസ്കോപ്പിന് വരെ ഒരു കാരുണ്യം ഉണ്ടാവും. അതാണ് പീസ് വാലി എന്ന് പറഞ്ഞത്. ചൂലിന് വലിയ പങ്കുണ്ട്. ചൂല് അടിച്ചു വാരുന്ന ഇവിടുത്തെ സ്ലിപ്പർ ജോലിക്കാർക്ക് വലിയ പങ്ക് പീസ് വാലിയിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഉയർന്ന ഡോക്ടർക്ക് വരെ, ആ ഡോക്ടർ വെറും ഒരു ഡോക്ടറായാൽ പോരാ, കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഡോക്ടറായിരിക്കും. അതാണ് പീസ് വാലിയുടെ ഒരു വളർച്ചയ്ക്കും ഇതിനൊക്കെ ഒരു കാരണം. ആ രീതിയിൽ എല്ലാവരും പീസ് വാലിയോട് ചേർന്നു. എത്രയും രോഗികൾ ഒരുപാടുണ്ടാകുമ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണോ, അല്ലെങ്കിൽ ഇത്ര രോഗികൾക്ക് ഇത്ര സ്റ്റാഫുകളെന്ന്, അല്ലെങ്കിലും അത് ശരിക്ക് പല വാർഡുകളാണ്. ഒരു വാർഡിലും ഇത്ര കെയർ ടേക്കർമാർ, ഇത്ര ക്ലീനിങ് സ്റ്റാഫ്, ഫീമെയിൽ വാർഡ്, മെയിൽ വാർഡ്, അതൊക്കെ തിരിച്ചിട്ട് എല്ലാത്തിനും ഇതായിട്ട്, അത് എല്ലാ ഫ്ലോറിലും ഒരു മാനേജർമാരുണ്ടാവും. ഇതൊരു സിസ്റ്റം രീതിയിലാണ് പീസ് വാലി. വെറുതെ നമ്മളൊരു പണ്ടൊക്കെ നടത്തുന്ന ഒരു അഗതി അനാഥ ഒരു രീതിയിൽ കുറേ മനുഷ്യർ വന്നു കുറേ കിടന്നു, അങ്ങനെയല്ല. ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലിഫ്റ്റിൽ കയറി, ആ ലിഫ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഒരു ഡെയിലി 300 പ്രാവശ്യം 400 പ്രാവശ്യം വന്ന് ക്ലീൻ ചെയ്യുന്ന ഇതുണ്ടാവും. അതുപോലെ ടോയ്ലറ്റിൽ ഇത്ര സമയം കൊണ്ട് വന്ന് ക്ലീൻ ചെയ്യുന്ന സംവിധാനം, അത് ഒക്കെ സിസ്റ്റാക്കി ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ഈ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊരു അതായത് ഈ റീഹാബ്, അതായത് പീസ് വാലി ശരിക്ക് ഇപ്പോൾ ഒരു മാസം ഒരു 1.25 കോടി രൂപ റണ്ണിങ് എക്സ്പെൻസ് ഉണ്ട്. കൊണ്ടു നടക്കുന്നതിന് മാസത്തിന് ചിലവുണ്ട്.
അപ്പോൾ ശരിക്ക് ഇത് സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളത് കുറേ കാലമായി പീസ് വാലിയെ സഹായിക്കുന്നവർക്കും അല്ലെങ്കിൽ പീസ് വാലിയുടെ സംഘാടകർക്കൊക്കെ വലിയൊരു ഇതുണ്ട്. അപ്പോൾ ഈ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു പദ്ധതി എന്നുള്ളത് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഹാബ് കോഴ്സുകളാണ്. നേഴ്സിങ്, ബി-ഫാം, ഫാം ഡി, അല്ലെങ്കിൽ വ്യത്യസ്ത തെറാപ്പികൾ, സ്പീച്ച് തെറാപ്പി, ഒക്കുപ്പേഷൻ തെറാപ്പി. അപ്പോൾ ശരിക്കും അതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ 2,68,00,000 ഭിന്നശേഷിക്കാരുണ്ട്, അല്ലെങ്കിൽ ഓട്ടിസം. അല്ലെങ്കിൽ ശരിക്ക് ഇവർക്ക് ആവശ്യമായ ഒരു മാൻ പവർ ഇന്ത്യയിലില്ല. ഇപ്പം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയും വിദ്യാഭ്യാസ പുരോഗതി എത്തി കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇത്തരം ഒരു സെൻറ്റർ തുടങ്ങാൻ പോയ ആൾ ഷോർട്ടേജാണ്. അപ്പം കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരം രോഗികൾക്ക് കിട്ടേണ്ട ഒരു തെറാപ്പിയും കിട്ടുന്നില്ല. കാരണം അവിടെ ഒന്നും ഈ സ്റ്റാഫില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിനൊരു ഇത്തരം ഒരു കോഴ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് റീഹാബ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു രീതിയിൽ റീഹാബ് കോഴ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കാം. അതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഇപ്പോൾ നമുക്കിപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ 275 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 25% സ്റ്റാഫിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തണം. പിന്നെ അതിലുപരി അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇൻകം, ഇപ്പോൾ പെട്ടെന്നൊന്നും ഇൻകം കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ പീസ് വാലി റൺ ചെയ്യാനുള്ള ഒരു മാർഗമാകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഈ റീഹാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സസ്റ്റൈനബിൾ ഒരു പീസ് വാലി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫുള്ളൊരു പ്രീമിയം സെറ്റപ്പിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട സമയത്ത്. ഇപ്പം മാത്രമല്ല ഒരുപാട് ഇപ്പം ഗസ്റ്റ് റൂം ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സ്പോൺസർ ചെയ്ത ആളുകളുടെ പേരുണ്ടാവും. അങ്ങനെ ഒരുപാട് മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഈ രോഗികൾക്ക് കൊടുക്കുന്ന അവരൊക്കെ തെറാപ്പി ചെയ്യാനുള്ളത്, പിന്നെ വർക്കൗട്ട് ചെയ്യാൻ, അങ്ങനത്തെ ഒരു പ്രീമിയം നമ്മൾ കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ റാഹത്ത്, നമുക്ക് തന്നെ ഒരു റാഹത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ സജ്ജീകരിക്കാൻ സാധിക്കുന്നത്? ശരിക്കും പീസ് വാലിയുടെ ഒരു പ്രധാന ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശരിക്കും നമുക്ക് ആഗ്രഹിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കണം ഈ മനുഷ്യർക്കും കൊടുക്കേണ്ടതെന്നുള്ള ഒരു വ്യൂ ആണ് അതിനകത്ത്. ശരിക്കും ഇവിടെ നമ്മളൊന്നൊരു ഇപ്പോൾ നമ്മൾ സാധാരണ അഗതി അനാഥ മന്ദിരങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം ബാക്കി വന്ന് കൊടുത്തു വിടുന്ന രീതികളുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് വാങ്ങും, കൊടുക്കും. പീസ് വാലി അത് മേടിക്കാറില്ല. പീസ് വാലി അങ്ങനെ ഭക്ഷണം ബാക്കി വന്നാൽ ചിലപ്പോൾ അത് അവർ ഉപയോഗിക്കാത്ത നല്ല ഭക്ഷണമൊക്കെയാണ്, പക്ഷേ ബാക്കി വന്ന ഭക്ഷണം നമ്മൾ സ്വീകരിക്കുക. അതുപോലെ പഴയ ഡ്രസ്സ് അത് പീസ് വാലി സ്വീകരിക്കാറില്ല. പുതിയ ഡ്രസ്സ് ആണെങ്കിലും പീസ് വാലി. അപ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന വസ്ത്രവും കൊടുക്കുക, അത് നല്ല ലെവലിൽ കൊടുക്കുക. നമ്മളിപ്പോൾ അവർ കിടക്കുന്ന ബെഡ്ഷീറ്റിന് വരെ ആ ഒരു ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഒരു കട്ടിലിനൊരു ക്വാളിറ്റി വേണം. ഇപ്പോൾ ഞങ്ങളൊക്കെ സത്യത്തിൽ ഇപ്പോൾ നമ്മളും AC റൂമിലായിരിക്കണേ. അപ്പോൾ അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് ഈ ചൂടൊക്കെ അവർക്കും ഉണ്ടല്ലോ, നമ്മളെക്കാൾ കൂടുതൽ പ്രയാസം. ഞങ്ങളിപ്പോൾ ഒരു കൊല്ലം കൊണ്ട് മൊത്തം സോളാർ വെച്ചിട്ട് ഈ മനുഷ്യരൊക്കെ AC റൂമിലേക്ക് ആക്കണം എന്നുള്ള ചിന്തയാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ മുറികളിലൊക്കെ AC ഉണ്ട്, എന്നാലും നമ്മളെന്താണോ നമുക്ക് ആവശ്യം കിട്ടേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ഇത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പീസ് വാലി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. എല്ലാം അത് കിടക്കണ റൂമായാലും കട്ടിലായാലും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തായാലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മാസം ഏകദേശം എത്ര കാലം എടുത്തൊരു ഒരു മാസം നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്ന 1,25,00,000 രൂപ മാസം റണ്ണിങ്ങിന് ചിലവ് വരും. ഈ ട്രസ്റ്റിന് പുറമെ വേറെ എന്തെങ്കിലും പുതിയ ഫണ്ടിന് സോഴ്സുകളായിട്ട് ഇല്ല. ഇത് മനുഷ്യർ ശരിക്കും ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി, കുട്ടികളുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഓർമ്മ ആണ്ട് പോലത്തെ സംവിധാനങ്ങൾ, അതിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും എല്ലാവർക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനുള്ള പൈസ അടച്ച്
6 ബ്ലോക്കായിട്ടാണ് ശരിക്കും ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഈ 6 ബ്ലോക്കിൽ ഒരു ദിവസം ഭക്ഷണത്തിന് 90,000 രൂപ വരും. അത് വ്യത്യസ്ത ആളുകൾ അവരുടെ ഒരു ഇതായിട്ട് കൊടുക്കുന്ന രീതിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു രോഗിയെ സ്പോൺസർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഒരു സ്പോൺസർ ചെയ്യുന്നവരുണ്ടാവും, 1 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡയാലിസ്, ഏറ്റവും മിനിമം ഒരു ഡയാലിസിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ ചിലവുണ്ട്. അപ്പോൾ ആ 1000 രൂപ കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ മനുഷ്യരെ സഹായിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിപ്പോൾ വേറൊരു രീതിയിലില്ല. എല്ലാ മനുഷ്യരും നമ്മുടെ നാട്ടിലായാലും വിദേശത്തുള്ള മലയാളികളാണെങ്കിലും എല്ലാവരും പീസ് വാലി എന്ന ഒരു സംവിധാനം, ശരിക്കും പീസ് വാലി കേവലം ഒരു സ്ഥാപനമല്ല. പീസ് വാലി എന്ന് പറയുന്നത് ഇത് ശരിക്ക് ഒരു സംസ്കാരം, ഒരു കൾച്ചറാണ്. മുഴുവൻ മനുഷ്യരും ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശരിക്ക് അതൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ചെന്നാൽ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ചെന്ന്, അല്ലെങ്കിൽ അവരുടെ മതചിഹ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം മുസ്ലിങ്ങളുടെ ആണെങ്കിൽ ഇവിടെ ഹദീസ്, ഖുർആൻ, അല്ലെങ്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പീസ് വാലിയിൽ ഇതൊന്നുമില്ല. ഇത് ശരിക്ക് മുഴുവൻ മനുഷ്യരും ഇതിൻ്റെ ഭാഗമാണ്. അവരെ ഇതൊക്കെ അനുഭവിപ്പിക്കലുള്ളൂ. നന്മകൾ അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യരെ അനുഭവിപ്പിക്കുക. അതിപ്പോൾ എഴുതി വെച്ച് നമ്മൾ ഇത് ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഇല്ല. അപ്പം അതാണ് ആ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും വർഷത്തിനിടയിൽ ഏറ്റവും പ്രതിസന്ധിയാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം? ചിലപ്പോൾ ഒരുപാട് രോഗികളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഭയങ്കര മനസ്സിനിങ്ങനെ ടെൻഷനാക്കിയ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവമായിട്ട് പറയാൻ? ശരിക്കും മനസ്സിന് ടെൻഷനല്ല. ശരിക്ക് ഇവിടെ ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യരുടെ വേദനയും പ്രയാസവും കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു ഇതുണ്ടാവും, ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും നമുക്ക് ചില സമയങ്ങളിൽ അത് നമുക്ക് പുറത്തേക്ക് വരും ചെയ്യും. നമുക്കൊരു പ്രയാസവും നമ്മൾ കണ്ട്. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ആദ്യ വിവാഹത്തിൽ ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പിന്നെ അവരെ വേറെ കല്യാണം കഴിച്ച് വേറെ പോയി. അപ്പോൾ അവരുടെ അമ്മയുടെ അമ്മയാണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയുടെ അമ്മ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോഴത്തെ ഭർത്താവ് ഈ കുട്ടിയെ സ്വീകരിക്കാനും തയ്യാറില്ല, ഈ കുട്ടിയെ വേറൊരു സ്ഥലത്തും ഇതിന്. അപ്പോൾ ആ അമ്മയുടെ സങ്കടം അല്ലെങ്കിൽ പ്രയാസം നമ്മൾ ആര് കേട്ടാലും നമുക്കും പ്രയാസം വരും. അങ്ങനെ വൈകാരികമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പീസ് വാലിയിൽ നിന്നുണ്ടാവും. പക്ഷേ എന്തായാലും നമ്മുടെ ഒരു ഹൃദയശുദ്ധീകരണം നടക്കുന്ന പീസ് വാലിയിൽ നിന്ന്. പീസ് വാലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിൻ്റെ പ്രവർത്തിക്കുന്നതൊക്കെ ശരിക്കും പീസ് വാലിയുടെ പ്രവർത്തനം മൊത്തത്തിൽ പ്രവർത്തകർ അല്ലെങ്കിൽ സംഘാടകരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സുകാരും കുറച്ച് ആളുകളൊക്കെയാണ്. ശരിക്ക് ദൈവം അവരെ ഇതിന് തിരഞ്ഞെടുത്തു എന്നാണ് ഞാനും ഒക്കെ പറഞ്ഞ് തിരഞ്ഞെടുത്തു. എനിക്ക് പീസ് വാലിയിൽ ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ഈ പീസ് വാലിക്ക് വേണ്ടി യാത്ര പോവുകയോ അല്ലെങ്കിൽ പീസ് വാലിയുടെ രീതിയിൽ എന്ത് ചെയ്താലും പീസ് വാലിയിൽ ചിലവെഴുതിയൊരു കാര്യം ഞങ്ങൾ നടത്താറില്ല. നമ്മൾ എല്ലാം നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കിയിട്ടുള്ള, ഞങ്ങളിവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ കുടിക്കുന്ന ചായ വരെ ശരിക്ക് ഇവിടെ നമ്മളിപ്പോൾ അവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. അത് ശരിക്ക് ഇവിടെയാണ് ഈ റൂമിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ചായ കൊടുക്കും, ചായയോ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനെല്ലാവരും പൈസ അതിനകത്ത് അടയ്ക്കണം. അതെല്ലാവരും ചിലർ 100 രൂപ ഇടും, 50 രൂപ ഇടും, അല്ലെങ്കിൽ 200 രൂപ ഇടും. അത് പീസ് വാലിയുടെ ഒരു കൾച്ചറാണ്. നമ്മൾ ഇവിടെ ആരും ഇവിടെ ശരിക്ക് ഇപ്പം നിങ്ങളിന്നിവിടെ വന്നു, നിങ്ങളിവിടെ വന്ന് നിങ്ങളെ ഇന്നിവിടെ നിന്ന് ഭക്ഷിപ്പിച്ചാൽ ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് തന്നാൽ ആ പൈസ ഞാൻ പേ ചെയ്യും. അതാണ് പീസ് വാലിയുടെ സിസ്റ്റം. അല്ലെങ്കിൽ സംഘാടക ആരാണോ നിങ്ങളിവിടെ വിളിച്ച് ഇത് ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കും. ആര് വന്നാലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. അത് ഇവിടെ വരുന്ന ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ബൈസ്റ്റാൻഡർ, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണമുണ്ട്. പക്ഷേ ഈ പീസ് വാലിയുടെ രോഗികളോ അല്ലെങ്കിൽ അത്തരം അല്ലാതെ വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്
പീസ് വാലിയുടെ സംഘാടകരായിരിക്കും. സംഘാടകർ അതിനുവേണ്ടി ഇപ്പോൾ ചില ഇവൻറ്റുകൾ നടത്തും. ഇപ്പോൾ പല മീറ്റിങ്ങുകളും അങ്ങനെ ഉണ്ടല്ലോ, പല മീറ്റിങ്ങുകൾ നടത്തും. ആ മീറ്റിങ്ങുകളുടെയൊക്കെ പൈസ ഞങ്ങൾ തന്നെ ആഴ്ചയിൽ ഒരു കളക്ഷൻ എടുത്ത് ഞങ്ങൾ തന്നെ അത് പേ ചെയ്യില്ല പതിവ്. അത് ഞങ്ങളൊരു ശരിക്ക് ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വിദേശ യാത്ര അല്ലെങ്കിൽ അങ്ങനെ വലിയ ചിലവുള്ള കാര്യം നടത്തിയാലും പീസ് വാലിയിൽ അതിനകത്ത് ഞങ്ങൾ ചിലവെഴുതില്ല. അത് പിന്നെ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതിന് സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവരായതുകൊണ്ടാണ് അതെല്ലാം ഞങ്ങളുടെ സ്വന്തം ചിലവിൽ ചെയ്തു പോകുന്നൊരു സിസ്റ്റമാണ് പീസ് വാലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീസ് വാലിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ആളുകളാവണം എന്നുള്ളതാണ് പീസ് വാലി. ശരിക്കും ഇവിടെ വന്ന് നമ്മളിവിടെ ഒരു ഡേയ്സ് ഒന്നും വെച്ച് ഇവിടെ ഒരു ചെയർമാൻ്റെ മുറി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സെക്രട്ടറിയുടെ മുറി അല്ലെങ്കിൽ ഇവിടെ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു വളണ്ടിയർ ആവാമെന്ന് പറയാം. വളണ്ടിയർ കൾച്ചറാണ്. മുഴുവൻ മനുഷ്യരെയും വളണ്ടിയർമാരാക്കുക, അതാണ് പീസ് വാലി. ശരിക്കും നമ്മളിപ്പോൾ പീസ് വാലി ചെയർമാൻ എന്ന് പറയുന്നതിനപ്പുറം പീസ് വാലിയിലൊരു വളണ്ടിയറാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. അപ്പോൾ ആ ഒരു ചിന്തയിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലൂടെയാണ് പീസ് വാലി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ പീസ് വാലിക്കുണ്ട്. പ്രതിസന്ധി പറഞ്ഞപ്പോൾ ഏറ്റവും ഇത്രയും കാലം വളരെ അൽഹംദുലില്ലാ റണ്ണിങ് സക്സസ്ഫുള്ളി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും മറക്കാൻ പറ്റാത്ത മനോഹരമായ, അതായത് പ്രതിസന്ധിയാണ് ചോദിച്ചത്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ, അനുഭവം, എന്തൊരു കഥ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു വിജയകരമായ ഒരു 7 വർഷത്തിലെ ഇടയിൽ ഒരു പക്ഷേ സ്റ്റാർട്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഇതിങ്ങനെ മുന്നോട്ട് വന്ന ഒരു ഏതെങ്കിലും സ്റ്റേജ് ആയിരിക്കാം. ശരിക്ക് പീസ് വാലിയിലെ ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിന് മനസ്സിന് ഒക്കെ വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കാര്യം ഈ കാഴ്ചകൾ വേദനയും പ്രയാസം ഉള്ളതാണെങ്കിലും ഇതിൻ്റെ ഭാഗമാകാനും അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് കാണാനും ചേർത്ത് നിർത്താനൊക്കെ കഴിയുന്നതിൽ വലിയ സന്തോഷം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ ഇപ്പോൾ സത്യത്തിൽ എൻ്റെ കമ്പനിയിലൊന്നും വളരെ കുറഞ്ഞ സമയം പോകാറുള്ളൂ. കാരണം എനിക്ക് എപ്പോഴും ഇവിടെ വരുന്ന ആവശ്യമുണ്ട്. അവിടെ കിടക്കുന്ന രോഗികളൊക്കെ നമ്മൾ അന്വേഷിക്കും, കാണും. അപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നന്മകൾ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും. അത് ശരിക്ക് എനിക്ക് തോന്നുന്നു അറിഞ്ഞ് നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞില്ല, അറിഞ്ഞ് നമുക്കത് മനസ്സിലാവണമെങ്കിൽ അങ്ങോട്ട് ഇഴകിച്ചേർന്ന് നമ്മളാണ് നിൽക്കണം. അപ്പോഴാണ് അതൊരു വലിയ മനസ്സിന് ശരീരത്തിന് വലിയൊരു അനുഭവമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് വാലിയിൽ കഴിഞ്ഞ 7 വർഷത്തിന് എൻ്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ എൻ്റെ ആരോഗ്യം, എൻ്റെ സമാധാനം, ഇതൊക്കെ വലിയ ഉയർന്ന അവസ്ഥയിൽ. അതോടൊപ്പം തന്നെ എൻ്റെ ബിസിനസ്സിൽ ഒരു പരാജയം എനിക്ക് പറ്റില്ല. ഞാൻ സത്യത്തിൽ നേരത്തേക്ക് ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബിസിനസ് ഫാക്ടറികളിലൊക്കെ. പക്ഷെ ഞാനിപ്പോൾ പോകാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ, മക്കളുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇപ്പം ഞാനോട് അതിൻ്റെ ഒരു കുറവൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഒക്കെ നമ്മൾ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഇത്തരം ഈ പീസ് വാലിയുടെ ഒരു ബർക്കത്ത് നമുക്കവിടെ കിട്ടും. ഇവിടുത്തെ ഈ മനുഷ്യരുടെ ഇവർ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗവാസികളായ മനുഷ്യരാണല്ലോ. സ്വർഗവാസികളായ ഈ മനുഷ്യരുടെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പീസ് വാലിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ പിന്നെയും നമ്മൾ കൂടുതൽ സമയം ചെലവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട്. ഒരു പാറക്കുട്ടിയമ്മ ഉണ്ടാകുന്നു. ആ പാറക്കുട്ടിയമ്മ ശരിക്ക് നമ്മുടെ സ്വന്തം മക്കളെപ്പോലെയാണ് നമ്മൾ കരുതിയത്. നമ്മൾ പാറക്കുട്ടിയമ്മയെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് നമ്മൾ കരുതിയേക്കുന്നത്. അപ്പം ശരിക്കും പാറക്കുട്ടിയമ്മ നമ്മുടെ കയ്യെ പിടിക്കുന്നത് അല്ലെങ്കിൽ കയ്യെ കയറി പിടിക്കുന്നത് സ്വന്തം മകനെ പിടിക്കുന്നത് പോലെയാണ്. അപ്പം അതുപോലെ ഒരുപാട് അമ്മമാരും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരും ആ ഒരു പിടുത്തം ശരിക്കും പറഞ്ഞാൽ വേറെ എന്ത് കിട്ടിയാലും, എന്തോരം സമ്പത്ത് കിട്ടിയാലും, എന്തോരം കാര്യങ്ങളുണ്ടായാലും, സമൂഹത്തിൽ ഏതൊക്കെ തലത്തിൽ വളർന്നാലും ആ ഒരു പിടുത്തത്തിന് ബദലാവില്ല എന്നുള്ളതാണ് പീസ് വാലിയുടെ
നമ്മുടെ ഒരു അനുഭവം. അത്തരം ഒരുപാട് മനുഷ്യർ ശരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടു പോകുന്ന പല ആളുകൾക്കും പല അനുഭവങ്ങൾ. ശരിക്കും ഞങ്ങൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നവരെയൊക്കെ ഒന്ന് ഇരുത്തി അവരുടെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു സ്വർഗത്തിലായിരുന്നു ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളൊരു വലിയ ചിലരൊക്കെ പറയും ഞങ്ങൾ ആട്ടിറച്ചി തിന്നത് ഇവിടെ വന്നിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വലിയൊരു ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ചിലരൊക്കെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കുടുംബം വരെ വിറ്റ് പൈസ കൊടുത്ത് വന്നവരായിരിക്കും. ഇവിടെ വന്ന് ഒരു പൈസയും കൊടുക്കാതെ ഭക്ഷണവും അല്ലെങ്കിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അത്തരം മനുഷ്യരുടെ അതുപോലെ തന്നെ ഇവിടെ ഒരു അരക്കീപ്പോട്ട് തളർന്ന ഒരു മനുഷ്യൻ ആക്സിഡൻറ്റ് പറ്റി വന്നു. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പല ആളുകളെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാഹചര്യമുള്ള ആയിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്, എൻ്റെ ശരീരത്തിന് ബാധിച്ച രോഗത്തേക്കാൾ വലിയ രോഗമായിരുന്നു എൻ്റെ മനസ്സിന് ബാധിച്ചത്. അതിനെയാണ് ഇവർ ട്രീറ്റ് ചെയ്തത്. എന്നെ ഒരു വലിയൊരു സംസ്കാരമാണ് ഇവർ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത്, ഇപ്പം നമ്മളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൽ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകൾ മനുഷ്യരെ, ഹിന്ദു കമ്പാർട്ട്മെൻറ്റ്, മുസ്ലിം കമ്പാർട്ട്മെൻറ്റ്, ക്രിസ്ത്യൻ കമ്പാർട്ട്മെൻറ്റ്, അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ സംഘടനകളൊക്കെ ആയിട്ട് തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കും. പീസ് വാലിയിൽ ഒറ്റ കമ്പാർട്ട്മെൻറ്റ്, ഇത് മനുഷ്യൻ എന്നുള്ള, നമ്മൾ ഈ ഗേറ്റിന് കയറി കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ നന്മയെപ്പറ്റി ഇവിടെ ചർച്ചയുള്ളൂ. ഇവിടെ അല്ലാതെ ഇവിടെ വേറൊരു മതത്തെ പറ്റിയോ അല്ലെങ്കിൽ മത സംഘടനയെ പറ്റിയൊന്നും ഇവിടെ ചർച്ചയില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അളവിൽ ഇവിടുത്തെ മുഴുവൻ സമൂഹവും മനുഷ്യരും സംഘാടകരും ഒക്കെ ആ രീതിയിലായി. നമ്മൾ സാധാരണ ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കീഴിലായിരിക്കും. പീസ് വാലി ഞങ്ങൾ പറയുന്ന സമൂഹത്തിൻ്റെ കീഴിലാണ്. മുഴുവൻ സമൂഹവും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പീസ് വാലിയിൽ എന്താണ് വാട്ട്സ് നെക്സ്റ്റ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന അപ്കമിങ് പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാൻ പറ്റണേ, ഇപ്പോഴത്തെ പ്രൊജക്റ്റുകളുണ്ടല്ലോ ഒരുപാട് വ്യത്യസ്ത മേഖലകളായി, അതിൽ വരുന്ന പുതിയ പ്രൊജക്റ്റുകളുണ്ടോ, അതല്ല ഒന്നുകൂടി ഡ്രീം പ്രൊജക്റ്റായിട്ട് പുറത്ത് ഒന്നും കൂടി നമ്മളൊന്ന് ഉഷാറാക്കി എടുക്കാൻ പറ്റിയ രീതിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ നിലവിൽ കണ്ടുവച്ചിട്ടുണ്ടോ? പീസ് വാലി ശരിക്കും നമ്മൾ ഇപ്പം നിലവിൽ ഇവിടെ 1000 ബെഡുള്ള റീഹാബ് വ്യത്യസ്ത ഇതുണ്ടല്ലോ, അതോടൊപ്പം തന്നെ നമ്മളൊരു 300 ബെഡുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ശരിക്ക് നമ്മളിപ്പോൾ ഈ ഹെൽത്ത് രംഗത്ത് വിദേശ കമ്പനികളുടെ ഇടപെടൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വിദേശ കുത്തക കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് അപ്രായോഗികമാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പീസ് വാലിക്ക് അതിന് ബദലായിട്ടൊരു അഫോർഡബിൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ പറ്റാവുന്ന രീതിയിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പീസ് വാലി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഇത് തന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഇവിടെ കുറച്ച് പുതിയ ബിൽഡിംഗ് അത്തരം ആ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു 7 വർഷം ഈ ഒരു ഫീൽഡ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് പൊതുജനത്തിനോട് എന്താണ് മനസ്സോട് പറയാനുള്ളത്? പൊതുജനത്തിനോട് ഞാൻ എപ്പോഴും പറയാറ്, സാധാരണ ഇവിടെ വരുന്നവരോടൊക്കെ പറയുന്നത്, ദൈവം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ശരിക്കും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത്തരം ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഇവിടെ ഇപ്പോൾ 1000 പേരിലൊരു 400 പേര് മാനസിക രോഗികൾ, അല്ലെങ്കിൽ 100 പേര് കിഡ്നി രോഗികളാണ്,
അല്ലെങ്കിൽ ഒരു 10-50 ക്യാൻസർ രോഗികളുണ്ട്, അല്ലെങ്കിൽ ഒരു 100 പേര് സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്ട്രോക്കൊക്കെ ബാധിച്ചെടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു 10-250 ഭിന്നശേഷിക്കാരുണ്ട്. ഈ പ്രയാസങ്ങൾ, ഇതൊരു കാഴ്ച, ഈ കാഴ്ച കണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണമെന്നാണ് ശരിക്കും പൊതുജനം. അതായത് ശരിക്ക് സത്യത്തിൽ പീസ് വാലി ഇവിടെ കിടക്കണവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ തന്ന അനുഗ്രഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. നമുക്ക് മാനസിക നില തെറ്റിപ്പോകാം, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്ത് വരാം, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് കാല് വഴുതിപ്പോയാൽ നമ്മുടെയും സ്പൈനൽ കോഡ് ഇത്. അപ്പം നമ്മൾ പൊതുജനം അല്ലെങ്കിൽ മനുഷ്യർ, ഇപ്പം നമ്മൾ ആരോഗ്യവാന്മാരായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും ഇത്തരം പ്രയാസം നമുക്ക് വരാം. വരുന്നതിന് മുമ്പ് ഈ വന്നവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി മാറും. ഇവിടെ ഞങ്ങൾ പറയുന്നത് സിമ്പതി കൊണ്ട് വലിയ കാര്യമില്ലെന്ന്, സഹതാപം അത് പോരാ, എമ്പതി ഉണ്ടാവും. എമ്പതി കിടക്കുന്ന രോഗിയെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, മനസ്സിലാക്കണം, എൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അല്ല ഞാനായിരുന്നെങ്കിൽ. ശരിക്കും അതാണ് നമ്മൾ ഈ വരുന്ന, ശരിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എനിക്കാ, അല്ലെങ്കിൽ വരുന്നവർക്കാ, അല്ലെങ്കിൽ ഇവിടെ കാണാൻ വരുന്നവർക്കാ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ കിടക്കണവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇവിടെ കിടക്കണവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തിയ ക്യാൻസർ രോഗിക്ക് വലിയ ട്രീറ്റ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞത് ജീവിതാവസാനം വരെ മാനസിക രോഗിയാണ്. അപ്പോൾ ശരിക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്കാണ് വേണ്ട, പൊതുജനത്തിനാണ് വേണ്ട. നമുക്ക് സമ്പത്ത്, അല്ലെങ്കിൽ ആരോഗ്യം, അല്ലെങ്കിൽ മറ്റ് കുടുംബ പശ്ചാത്തലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള നമുക്കാണ് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ്. പൊതുജനം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ വരുന്നവരൊക്കെ പീസ് വാലി അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളണം. എല്ലാവരോടും അത് തന്നെ പറയാതെ, നമുക്ക് ദൈവം തമ്പുരാൻ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യർ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുണ്ട്. നമ്മളെവിടെയാണോ താമസിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ അന്വേഷിച്ചാൽ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ഇവരെ കാണാതിരുന്നുകൂടാ, ഇവരെ കേൾക്കാതിരുന്നുകൂടാ, ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നുകൂടാ. അതാണ് പീസ് വാലിയുടെ സന്ദേശം. ശരിക്കും നമ്മളൊക്കെ നമ്മൾ ഏതാളായിക്കോട്ടെ, എന്താളായിക്കോട്ടെ, എന്ത് ഉയർന്ന താഴ്ന്ന അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത എല്ലാവരായാലും ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ വീടിൻ്റെ, നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായി മാറണം. അതാണ് പീസ് വാലിയുടെ സന്ദേശം. അപ്പോൾ 2019 തുടങ്ങി 2026 എത്തി നിൽക്കുകയാണ്. ഏകദേശം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 7 വർഷം. അപ്പം ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് അശരണരായ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരികെ കയറാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇരുട്ട് വീണുപോയ ആളുകൾക്ക് വെളിച്ചം പകരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വിജയകരമായ 7 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവസാനം ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഫീൽ നൗ? ഇപ്പം എന്താണ് ഇപ്പോൾ, അഥവാ 7 വർഷം കഴിഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ കൃപ കൊണ്ട് നമ്മൾ 7 വർഷം വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്താണ് അറ്റ്നോ, ഇപ്പോൾ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, നമ്മൾ പറയുന്നതും ഉള്ളിൽ നിന്നൊക്കെ ഒരുപാട് തലങ്ങളാണല്ലോ. ഏറ്റവും അന്തർധാരയിൽ ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ പീസ് വാലി കൊണ്ട് ഫീൽ ചെയ്യണതേ, ശരിക്ക് എനിക്ക് വ്യത്യസ്ത ഒരു 4-5 ഫാക്ടറികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ സമ്പന്നമായ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വലിയ നന്മയുള്ള, അല്ലെങ്കിൽ വലിയ ഇതുള്ള ഒരു സംവിധാനമായിട്ടാണ് പീസ് വാലിയെ കാണുന്നത്. എനിക്കിപ്പോൾ എൻ്റെ കമ്പനിയേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനം അതിനേക്കാളൊക്കെ ദൈവം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ പീസ് വാലിയെ കാണുന്നത്. ശരിക്ക് പറഞ്ഞ് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്ക് ഒരു എന്താ പറഞ്ഞ, ദൈവം തമ്പുരാൻ പടച്ചവൻ
എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹമാണ് പീസ് വാലി നിയമം. ശരിക്കും ഞാനിതിനകത്ത് സാധാരണ ആളുകളോട് നമ്മൾ ഈ കുഴി ചാടി എന്ന് പറയും. അതായത് ഇപ്പം ശരിക്ക് ഞാൻ ഇത്തരം ഒരു കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ട് കാലാകാലങ്ങളിൽ നിന്ന ഒരാളൊന്നുമല്ല. ചെറിയ കാലത്തിൽ ഞാൻ മാറി വന്നു. പക്ഷെ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു കുടുക്കാണിത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ പറയുകയാണ് ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്കും എടുത്തിയാടും. പക്ഷെ ആ കുടുങ്ങൽ ഒരു നല്ല കുടുങ്ങലായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീസ് വാലിക്ക് വേണ്ടി നമ്മൾ എന്തും സമയവും അല്ലെങ്കിൽ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ചെലവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മനസ്സാണ് എനിക്കുള്ളത്. അത് ദൈവം എനിക്ക് എന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ വലിയ മഹാത്മ്യമോ അല്ലെങ്കിൽ എൻ്റെ വലിയ നന്മപരമായിട്ടൊന്നുമല്ല. അതിലൊക്കെ ഉപരി ദൈവം എന്നെ തോന്നിപ്പിക്കണു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കണു, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്നെ ഇതാക്കണു എന്നുള്ള ഒരു രീതിയിലാണ് ഇത്. എന്തായാലും ഞാൻ പീസ് വാലി എൻ്റെ ഹൃദയത്തിൽ ഒരു പീസ് വാലിയാണ്. ശരിക്കും ഇതൊരു ഭാരമായിട്ടല്ല ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ ശരിക്ക് വന്നല്ലോ പെട്ടല്ലോ എന്നോർത്തല്ല ഇവിടെ വരുന്നത്. ഹൃദ്യമായി, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബം, എൻ്റെ ഒരു വീട്, എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ ചിലവിനേക്കാൾ കൂടുതൽ സമയം ഇപ്പം ഞാൻ ഇവിടെയാണ് ചിലവ് ചെയ്യുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി, അതിലേറെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി, അതിലേറെ ദൈവപ്രീതിക്ക് വേണ്ടി നമ്മളൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടുത്തെ ഒരു നന്മ വാക്കുകൾ കിട്ടാനോ, അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ചാരിറ്റി പ്രവർത്തനമെന്ന് പറയാനോ, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഇവിടെ ആഗ്രഹിക്കുന്ന ഒരാളും ഞങ്ങളുടെ സംഘാടനത്തിലില്ല. ഞങ്ങളൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നാളെ ഒരു പരലോകത്ത് ഒരു പാസ്സായി പോകാൻ, അല്ലെങ്കിൽ ഒരു സ്വർഗലബ്ധിക്ക് വേണ്ടി ഈ ആരോരുമില്ലാതെ തെരുവിലായി പോയ ഈ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന വലിയൊരു ദൗത്യമായി ഏറ്റെടുത്തിട്ടുള്ളതാണ് പീസ് വാലി. വലിയ സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ശരിക്കും അതിനകത്ത് ഒരു രീതിയിലുള്ള കാപഢ്യങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള നമ്മളെ സെൽഫ് പ്രൊമോഷനും ആഗ്രഹിക്കാതെ, ഇത് തികച്ചും ദൈവപ്രീതി എന്നുള്ള ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. ശരിക്കും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാനുഷികമായ ഒരു തോന്നലുകൾ വരെ ഉണ്ടാവാത്ത രീതിയിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പീസ് വാലി ഏറ്റെടുത്ത്, നല്ല മനസ്സോടു കൂടിയാണ് പീസ് വാലി നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ വന്നതിനും നിങ്ങളോടും പ്രത്യേകം നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കാം. അപ്പം ഏകദേശം 1 മണിക്കൂർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇനി. അപ്പോൾ എന്തായാലും പീസ് വാലിയിൽ വന്ന സമയത്ത് പിന്നെ ബക്കർക്കയുടെ വാക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് സ്ട്രൈക്കിംഗ് ആയ ഒരുപാട് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മുറ്റത്ത് അടിച്ചു വരുന്ന ഈർക്കിൾ മുതൽ ഡോക്ടർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് അടക്കം പീസ് വാലിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ട്. പീസ് വാലി അവർ കൊണ്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഒരു ഇൻകറ്റ് സ്ട്രൈക്കായ ഒരു സാധനമാണ്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ഏതൊരാളും ഇവരെല്ലാവരും കൂടിയിട്ടുള്ളതാണ് പീസ് വാലി. ഇതൊരിക്കൽ പോലും ഒരാളെന്നോ അല്ലെങ്കിൽ 2 ആളെന്നോ അങ്ങനെയുള്ള, ഇതെല്ലാവരും മനുഷ്യനായി കാണുന്ന. പിന്നെ ബക്കറിന് അവസാനം പറഞ്ഞ് പുറത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, പക്ഷേ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, ഇത് മനുഷ്യനാണ് പീസ് വാലി. ആ ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് അടങ്ങുന്ന. ഞങ്ങളിവിടുത്തെ പിന്നെ ഒരുപാട് ആളുകളെ പോയി കണ്ട സമയത്ത് ഒരു വ്യത്യസ്ത മതക്കാരുണ്ട്, പൊട്ട് തൊട്ട ആളുകളുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടുതൽ മനുഷ്യൻ എന്ന ഒറ്റൊരു കാറ്റഗറി, അത് നമുക്കൊരു സ്ട്രൈക്കാവാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സ്റ്റാഫാണ്, ഇന്ന പോസ്റ്റിലുള്ള ആളാണ്, ഇന്ന സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്, അങ്ങനെയല്ല. ഇവരെല്ലാവരും ഒരു വളണ്ടിയറാണ്. നമ്മൾ പീസ് വാലിയുടെ വളണ്ടിയറാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ആ ഒരു മോട്ടീവ്. അതൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളെല്ലാ മേഖലയിലും നമുക്ക് പകർത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗുണപാഠമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. പിന്നെ ഇവിടേക്ക് കയറി വരുന്ന, ഇവിടുത്തെ ഗേറ്റ് കടന്നു വരുന്ന ഏതൊരാളെയും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവർക്കൊരു കുറവ് പോലും വരുത്താത്ത രീതിയിൽ വേണം പറഞ്ഞയക്കാൻ എന്നുള്ള ആ ഒരു മനസ്സ്, അതൊക്കെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയൊരു സാധനമാണ്. എന്തായാലും പിന്നെ ബക്കർ ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഞങ്ങൾ വീണ്ടും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്.